എംപ്ലോയിക്ക് മെന്റൽ ഹെൽത്ത് എൻഷുർ ചെയ്യൽ എംപ്ലോയറുടെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമ്മുടെ കൂടെ ലോങ് ടേമിൽ നല്ല വെൽബീയിങ്ങിലോടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ മുന്നോട്ടുള്ള എല്ലാ ആസ്പെക്ട്സിനെയും നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ എംപ്ലോയറിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിനെ എൻഷുർ ചെയ്യാം. അതായത് ഓരോ ഇൻഡിവിജ്വലിനെയും ഓരോ വ്യക്തിയായിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് ആവുമ്പോൾ ആൾക്കാർക്ക് വന്ന് തുറന്ന് സംസാരിക്കാനും പ്രശ്നങ്ങൾ പറയാനും അതുപോലെ തന്നെ നമുക്ക് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് കൊടുക്കാനും പറ്റും. രണ്ട്, ടേക്കിംഗ് ദം ടുഗെദർ വിത്ത് അസ്. അതായത് നമ്മൾ ഒരു ടീമാണ്. ഈ എന്താ പറയുക, അടിമ ഉടമ വ്യവസ്ഥയിൽ നിന്ന് മാറിയിട്ട് വർക്കിംഗ് ആസ് എ ടീം ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഗിവ് ആൻഡ് ഷെയറിൽ പോകാൻ പറ്റും. അവർക്ക് നമ്മളോടുള്ള അപ്രോച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മൂന്നാമത് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ഈ വർക്ക് ലൈഫ് ബാലൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയത്തിന് തന്നെ പഞ്ചിങ്സും സമയത്തിന് തന്നെ പഞ്ച് ഔട്ട്സും എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. നോ വൺ ഷുഡ് ബി അലൗഡ് ടു വർക്ക് ഓവർ ടൈം. നാലാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എംപ്ലോയ്മെന്റ് അസിസ്റ്റൻസ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് കൗൺസിലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ട്രിപ്സ് ആയിട്ടോ അങ്ങനെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തത്, ടെക്നോളജി പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ പല ആൾക്കാർക്കും ഇതുമായിട്ട് കോപ്പ് ചെയ്യാനോ ഇതിന്റെ സ്പീഡിൽ മുന്നോട്ട് പോകാനോ പറ്റണമെന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിനനുസൃതമായിട്ടുള്ള വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയേഴ്സ് ക്യാൻ ബി ഓൺ ബോർഡ് വിത്ത് യു.